Good afternoon. Good afternoon. Good afternoon. Good afternoon. ഓക്കെ, ഇന്നലെ ആരെയും കണ്ടില്ലായിരുന്നല്ലോ, അവിടെ പോയിരുന്നല്ലോ ആരും. അശ്വനി, അപർണ, ഇന്നലെ കേറിയിരുന്നില്ലേ? ഇല്ല, ഞാൻ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ആണല്ലേ, ഓക്കെ ഓക്കെ. ഇന്നലെ ക്ലാസ് കണ്ടോ? റെക്കോർഡ് ക്ലാസ് കണ്ടോ? കണ്ടല്ലേ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ ബാക്കി എടുത്തോട്ടെ നീ. ഓക്കെ. ഓക്കെ, ടൈമിങ് വരെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയിരുന്നത് കേട്ടോ. ടൈമിങ് കേട്ടോ, ഫ്രണ്ട് ഓഫീസ് ഒരു ടൈമിംഗ് ആയിരുന്നു. 3 ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്, സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. എന്റെ ടൈം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുകയെങ്കിൽ നമുക്ക് 3 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നീട് 3 മണിയോടേക്ക് 11 മണി വരെ രാത്രി. പിന്നെ രാത്രി 11 മണി തൊട്ട് പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗ് 7 മണി വരെ. അങ്ങനെയാണ് ഒരു എന്താ പറയാ, ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും ജനറൽ ഇങ്ങനെ തന്നെയാ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി hospital front desk executive or hospital receptionist. A hospital front office executive is a person who works in the hospital front office and manages various tasks. He or she is responsible for basic clerical tasks such as answering phone, greeting patients and visitors, and scheduling appointments in a professional and timely manner. Most medical receptionists work in a physician's office, dentist office, hospital or another medical facility. In smaller offices, medical receptionists will be responsible for both administrative and clinical duties. In larger offices, they may only be responsible for administrative or clerical duties. The position is referred to as a medical office assistant, receptionist or healthcare administrative profession. Okay. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എങ്ങനെയാ വരുന്നത്, അവരെന്തൊക്കെയാ അവരുടെ ജോബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനെ എന്താ പറയാ, നമ്മൾ എന്താണ്, അവര് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഫ്രണ്ട് ഓഫീസിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഈ ഒരു റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ. നമ്മളിപ്പോ നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് അവരാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഒരു ജോലി മാത്രമല്ല ചെയ്യുന്നത്, പല ടൈപ്പ് ജോലികളാണ് ചെയ്യുന്നത് കേട്ടോ. വേരിയസ് ടാസ്ക് ആണ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബേസിക് ക്ലറിക്കൽ ടാസ്ക് സച്ച് ആസ് ആൻസറിങ് ഫോൺ കോൾസ്. അതായത് ഇവര് ചെയ്യുന്ന, അതായത് ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, ക്ലറിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് ആൻസറിങ് ഫോൺ കോൾസ്, അതായത് ഫോൺ കോളുകൾക്ക് മറുപടി കൊടുക്കുക. അപ്പൊ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഗ്രീറ്റ് ചെയ്യുക. പിന്നെ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. അത് സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവര് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, എല്ലാ റിസപ്ഷനിസ്റ്റുകളും എന്താണ്, ഫിസിഷ്യന്റെ ഓഫീസ്, അതുപോലെ തന്നെ ഡെന്റിസ്റ്റ് ഓഫീസ്, പിന്നെ എന്താണ്, അല്ലെങ്കിൽ ഒരു ആശുപത്രി അല്ലെങ്കിൽ വെറും ക്ലിനിക്ക്, അങ്ങനെയുള്ള ഫെസിലിറ്റീസിലൊക്കെ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ചെറിയ ചില ഓഫീസുകളാണെങ്കിൽ, അതായത് ചെറിയ ചില ഹോസ്പിറ്റലുകളാണെങ്കിൽ അവിടെ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. അതായത് നമ്മളിപ്പോ ചെറിയ ചെറിയ ക്ലിനിക്കുകളിലൊക്കെ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും, അവിടെ ഒരു സ്റ്റാഫേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 1-2 സ്റ്റാഫുകൾ ഉണ്ടാവും, മെജോറിറ്റിയും കൂടുതൽ ഉണ്ടാവും, ഒരു സ്റ്റാഫൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ ക്ലിനിക്കുകളാണെങ്കിൽ കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ചെല്ലുമ്പോഴെന്താണ്, അവര് തന്നെയാണ് നമുക്ക് നമ്മുടെ ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത് അല്ലെ. നമ്മളൊരു കാർഡ് നമുക്ക് കൊടുക്കുന്നു, അവര് നമ്മുടെ ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത്. ഇനി ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുകയാണ്, നമ്മുടെ ചീട്ട് എടുത്തതിന് ശേഷം ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്തു, നമ്മുടെ രോഗത്തിന് ഡോക്ടർ നമുക്ക് ട്രീറ്റ്മെന്റ് തന്നു, അല്ലെങ്കിൽ മരുന്നുകളൊക്കെ എഴുതി, ഒരു ഇഞ്ചക്ഷൻ എഴുതി എന്ന് വിചാരിക്കാം.
അപ്പൊ ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴെന്താണ്, ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ആര് തന്നെയാണ്? ഈ ഒ പി ചീട്ട് നമുക്ക് എടുത്തല്ല, നമ്മുടെ ഫയൽ എടുത്ത് തന്ന ആള് തന്നെയാണ് നമുക്ക് ഇഞ്ചക്ഷനും വെക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? ചെറിയ ചെറിയ ക്ലിനിക്കുകളിൽ പോയിട്ടില്ലേ നിങ്ങള്? അപ്പൊ അവിടെ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവും അതുപോലെ തന്നെ ഈ ഒരു ക്ലിനിക്കൽ ടാസ്കുകളൊക്കെ ചെയ്യുന്നത് ഒരു വ്യക്തി തന്നെയായിരിക്കും കേട്ടോ. ഒരാള് തന്നെയായിരിക്കും ഡോക്ടറെ സഹായിക്കുന്നതും ഫ്രണ്ടില് നിൽക്കുന്നതും ഒരാൾ തന്നെയായിരിക്കും. ഓക്കെ, ഇനി വലിയ വലിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ കേട്ടോ, അതായത് ലാർജർ ഓഫീസ് ഒക്കെ ആണെങ്കിൽ ദേ മെനി ഓൺലി ബി റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്. എന്താണ്, അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടികൾ മാത്രം ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ളൂ. അവരെന്ത് ചെയ്യണ്ട, ഡോക്ടറെ പോയിട്ട് അസിസ്റ്റ് ചെയ്യണ്ട, ഇഞ്ചക്ഷൻ എടുക്കണ്ട, മരുന്ന് കൊടുക്കണ്ട, അതൊന്നും അവർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചെറിയതിലാണ് ഞാൻ പറഞ്ഞത് എന്താണ് അവരെല്ലാം ചെയ്യേണ്ടവർ. ഓക്കെ, അപ്പൊ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഫംഗ്ഷൻ മാത്രമേ ഇവർക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ അതായത് നഴ്സുമാരും ഫാർമസിസ്റ്റും ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കുള്ളൂ വലിയ സ്ഥലം. ചെറിയ ക്ലിനിക്കിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇനി ഈ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എന്താ പറയാ പോസ്റ്റ്, അതിലിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് എന്ന് മാത്രമല്ല അറിയപ്പെടുക. അവരറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് അവരറിയപ്പെടുന്നു, മെഡിക്കൽ അസിസ്റ്റന്റ് എന്നറിയപ്പെടുന്നു, റിസപ്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്നു, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. അങ്ങനെ പല പേരുകളിലാണ് ഈ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയാനുള്ളത്. പല ആക്ടിവിറ്റീസും അവർ ചെയ്യുന്നുണ്ട്, വേരിയസ് ടാസ്കുകൾ അവർ ചെയ്യുന്നുണ്ട്, കൂടാതെ ക്ലറിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ചെയ്യുന്നുണ്ട്, വലിയ ഹോസ്പിറ്റലാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ടാസ്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ പല പേരുകളിലാണ് അവര് അറിയപ്പെടുക. ഇതാണ് അവരെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് വരുന്നത് കേട്ടോ. എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ കേട്ടോ. മെയിൻ ആയിട്ട് അവരുടെ ഡ്യൂട്ടീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. അതായത് പേഷ്യൻസ് അവിടെ വരുമ്പോഴും അല്ലെങ്കിൽ ഫോണിലൂടെ ആളുകൾ വിളിക്കുമ്പോഴും എന്താണ് അവരെ ഗ്രീറ്റ് ചെയ്യുന്നു, പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നു. ഇപ്പൊ നേരിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നെങ്കിൽ നമ്മളെ വെൽക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോണിലൂടെയാണ് നമ്മൾ അവരെ വിളിക്കുന്നതെങ്കിൽ ഫോണിലൂടെ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ റിസപ്ഷനിസ്റ്റ് ഈവൻ ഇഫ് യു ക്യാൻ വെർബലി ഗ്രീറ്റ് ദ പേഷ്യന്റ് getting eye contact with them lets them know you aware of their presence and will get to them as soon as possible. അതായത് ഇപ്പൊ ചില പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവരുമായിട്ട് വെർബലി നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ചില പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് സംസാരിക്കാനൊക്കെ സാധിക്കാതെ വരുന്ന പേഷ്യൻസ് ആണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് അവർക്ക് തോന്നണം നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന്. അവിടെ ആ ഒരു ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. അതിനു വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഐ കോണ്ടാക്ട് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യന്റ് പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻ എ കോർട്ടിയസ് മാനർ. അതുപോലെ തന്നെ എന്താണ്, പേഷ്യൻസ് വരുമ്പോൾ അവരുടെ എൻക്വയറീസിന് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സിന്റെ, അതായത് വിനയത്തോടു കൂടി തന്നെ പേഷ്യൻസിനോടായാലും വിസിറ്റേഴ്സിനോടായാലും ഒക്കെ എന്താണ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. അതായത് പുതിയ പേഷ്യൻസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നിലവിലിരിക്കുന്ന പ്രോട്ടോകോൾസ് അല്ലെ, അതായത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഹോസ്പിറ്റലുകളിൽ, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ പേഷ്യൻസിനെയും രജിസ്റ്റർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ രജിസ്റ്റർ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ്സ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ് ഡെമോഗ്രാഫീസ് by collecting detailed patient information that include personal and
ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. അതായത് പുതിയ പേഷ്യൻസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക, അതുകൂടാതെ അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ എന്താണ് പറയാം, അവരുടെ പേര്, അഡ്രസ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്താണ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യന്റ് ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് ആ ഒരു കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെ. അത് P1 ഇപ്പോ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് ചെയ്യുന്നത് മേടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മേടിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു റിസപ്ഷനിസ്റ്റിന്റേതാണ്. ഇനി നെക്സ്റ്റ്, അസിസ്റ്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും എന്താണ്, അവര് പേഷ്യൻസ് വന്ന് ഫില്ല് ചെയ്യുമ്പോൾ അവരെ അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് എഴുതാൻ വയ്യാത്ത പേഷ്യൻസ് ഉണ്ടാവുക അല്ലെ, ചില ആളുകൾ, ചില പ്രായമായിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് ശരിക്കും എഴുതാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യും, റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകളാണ്, ആ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണമല്ലോ ഹോസ്പിറ്റലിൽ പുതുതായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ. അപ്പോ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുക, നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്തിട്ട് അത് അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കുക, എല്ലാവരും നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഫോമുകളിലും കാര്യങ്ങളിലും എന്ത് ചെയ്യുക, പേഷ്യൻസ് അത് ഫില്ല് ചെയ്യുമ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്തത്, എൻഷുർ പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. അതുപോലെ തന്നെ എന്താണ്, മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഫോംസുകളും ഒക്കെ പേഷ്യൻസ് കറക്റ്റ് ആയിട്ടാണോ ഫില്ല് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ, അതായത് ഫോമുകളും അതുപോലെ തന്നെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ ഫില്ല് ചെയ്യാൻ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും മിസ്സിംഗ് ആണോ എന്നൊക്കെ നോക്കുന്നത് ആര് തന്നെയാണ്, ഈ ഒരു റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റിയിട്ട് എന്തറിയാം? മെഡിക്കൽ ഇൻഷുറൻസ് എന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് അശ്വിനി ഒന്ന് പറയാമോ? മെഡിക്കൽ ഇൻഷുറൻസ് എന്താ? പ്രതീഷ് പറഞ്ഞോ, ആരെങ്കിലും ഒരാള് പറ, മെഡിക്കൽ ഇൻഷുറൻസ് എന്താ? ഫിനാൻഷ്യൽ കവറേജ് കൊടുക്കുന്ന, നമുക്ക് എന്തെങ്കിലും എന്തിനു പറ്റിക്കഴിഞ്ഞാൽ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ തരുന്നതാണ് അല്ലെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ വൈദ്യ പരിചരണം, അതായത് നമ്മുടെ ഒരു മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാമ്പത്തിക പരിരക്ഷ, അല്ലെങ്കിൽ എന്താണ് ഒരു എന്താ പറയാ, ഇക്കണോമിക് പ്രൊട്ടക്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു, അതായത് നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് എന്താണ്, നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട്, നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണം, എന്തെങ്കിലും ഒരു രോഗം വന്നോ അല്ലെങ്കിൽ എന്തൊരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ അടുത്ത് എന്താണ് അധികം സ്പെൻഡ് ചെയ്യാനുള്ള മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും എന്താണ് ഹോസ്പിറ്റലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോ നമ്മുടെ ഒരു മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാമ്പത്തിക പരിരക്ഷ ആണ് എന്ത് പറയുന്നത്, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെഡിക്കൽ ഇൻഷുറൻസിന്റെ വേറൊരു ഇത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ, ആരെങ്കിലും ഉണ്ടോ മെഡിക്കൽ ഇൻഷുറൻസ്? ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചേരുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ എന്താണ്, നമ്മൾ ഓരോ വർഷം കൂടുന്തോറും എന്താണ് ധാരാളം എന്താണ് നമുക്ക് ഏജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഹെൽത്തും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, എല്ലാവരും അത് എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ, മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചിട്ട്. അതായത് നമ്മൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ എന്താണ്, അതായത് നമ്മുടെ ഒരു വൈദ്യ പരിചരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് മാസം തോറും നിശ്ചിത നിരക്ക് പ്രീമിയം അടച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇൻഷുറൻസിൽ. അതായത് നമ്മൾ ആദ്യം എന്താണ്, ഈ ഒരു ഏതാണോ നമ്മൾക്ക്, ഏത് കമ്പനിയുമായിട്ടാണ്, ഏത് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു കമ്പനിയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ അവരെന്താണ് നമുക്ക് തരിക, നമുക്ക് ഫോമും കാര്യങ്ങളൊക്കെ തരും അല്ലെ. ആ ഫോമില് നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ത് ചെയ്യുക,
കൊടുക്കുക. ഓരോ മാസവും നിശ്ചിത പ്രീമിയം ഉണ്ടാവും. അതായത് ഇന്ന പ്രീമിയം ഇന്ന ഡേറ്റിൽ അടക്കാനുണ്ടാവും. ആ പ്രീമിയം അടക്കുക. അങ്ങനെ അടച്ചടച്ച് എന്ത് ചെയ്യുക, പോരുക. അപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ചേർന്നത് കൊണ്ട് എന്ത് ചെയ്യും, ഉപകാരപ്രദമായേക്കാം. ഓക്കെ, അപ്പോ അതിനകത്ത് നമ്മള് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് ഇപ്പൊ കിട്ടിയോ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച്? കിട്ടിയോ? പിന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ചേരാനായിട്ട് പോയി വിചാരിക്കാം. നമ്മൾ അവിടെ ചെന്നു, നമ്മൾ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പൊ അവര് സെപ്പറേറ്റ് ആയിട്ടൊരു കോളം നമുക്ക് വേണ്ടിയിട്ട് തരും. അതായത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ കണക്റ്റഡ് ഹോസ്പിറ്റൽസ് ഏതാണെന്ന് നമ്മളോട് ചോദിക്കും. അല്ലെങ്കിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ കണക്റ്റഡ് ഹോസ്പിറ്റൽസ് എന്ന്. അതായത് എന്താണെന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാല് ഈ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് അഥവാ കണക്റ്റഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ ഇൻഷുറൻസ്, അതായത് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അതായത് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവര് ഇൻഷുറൻസ് കൊടുക്കണം എന്നില്ല. ഇവർക്ക് പർട്ടിക്കുലർ ആയിട്ട് ഇവർ ചില ഹോസ്പിറ്റലുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാകുള്ളൂ. പിടികിട്ടിയോ പറഞ്ഞത്? ഓക്കെ. ഇപ്പൊ അപർണയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലില് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് ആഗ്രഹം വിചാരിക്കുക. പക്ഷെ അപർണക്ക് ഓൾറെഡി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ ആ ഇൻഷുറൻസിന്റെ ഇത് പ്രകാരം തൊട്ടടുത്തുള്ള അപർണയുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലില് ഇതിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടില്ല, ആ ഇൻഷുറൻസിനനുസരിച്ചിട്ടുള്ള. അതിനു വേണ്ടിയിട്ട് ചിലപ്പോ അപർണ 10 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വേണം ഈ ഒരു ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലില് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഈ ഒരു ടേം ഉപയോഗിക്കുന്നത്, അതായത് ഈ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾ ഇവര് പ്രിഫർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോസ്പിറ്റൽസിനെ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് അഥവാ കണക്റ്റഡ് ഹോസ്പിറ്റൽസ്. ആ ഹോസ്പിറ്റലിൽ മാത്രമേ ഇവര് പറയുന്ന സർവീസുകൾ നമുക്ക് അവൈലബിൾ ആകുകയുള്ളൂ. അശ്വിനി മനസ്സിലായോ? അശ്വിനി മനസ്സിലായി? ഓക്കെ. അപ്പോ ഇൻഷുറൻസിന്റെ ഇതിൽ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കേസിൽ വരുമ്പോൾ 2 തരത്തിലുള്ള ക്ലെയിംസ് ഉണ്ട് കേട്ടോ. 2 തരത്തിലുള്ള ക്ലെയിംസ് ആണ് നമുക്കുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾറെഡി. ഒന്നെന്ന് പറയുന്നത് ക്യാഷ്ലെസ് ക്ലെയിം ആണ്. രണ്ടാമതെന്ന് പറയുന്നത് റീ ഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം ആണ് കേട്ടോ. ഒന്ന് ക്യാഷ്ലെസ് ക്ലെയിം, രണ്ടാമത്തേത് റീ ഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം. ഇനി ക്യാഷ്ലെസ് ക്ലെയിം എന്താണെന്ന് നോക്കാം. ക്യാഷ്ലെസ് ക്ലെയിം എന്ന് പറഞ്ഞാല് ഇപ്പോ പെട്ടെന്ന് ഒരു എമർജൻസി വന്നെന്ന് വിചാരിക്കാം, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നെന്ന് വിചാരിക്കാം. ആക്സിഡന്റ് പറ്റിയ ഒരാളെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും അല്ലെ. ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിയുമ്പോൾ അയാളുടെ ഫാമിലീസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും, റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടാകും. അപ്പോ അറിയാം, ഓൾറെഡി ഫാമിലിക്ക് അറിയാം എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് എന്താണ്, ഇയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി ആവശ്യമാണ്, ധാരാളം പണം കെട്ടിവെക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പൊ ഫാമിലീസിന് അറിയാം ഇൻഷുറൻസ് ഉണ്ടെന്ന്. അപ്പൊ ഉടൻ തന്നെ ഫാമിലി ഹോസ്പിറ്റലുമായിട്ട് എന്ത് ചെയ്യും, അവരെ ഇൻഫോം ചെയ്യും, ഇങ്ങനെ ഒരു ഇതിന് സ്കീമിൽ ഞങ്ങളുണ്ട്, ഇൻഷുറൻസ് ഉണ്ടെന്ന് ചെയ്യും. അപ്പൊ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും, പറയും 24 മണിക്കൂറിനുള്ളില് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഹാജരാക്കിയാൽ, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷന് തൊട്ടു മുമ്പായിട്ട് ഇൻഷുറൻസിന്റെ കാര്യങ്ങളും അതായത് രേഖകളും മറ്റും പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാല് എന്താണ്, നിങ്ങൾക്ക് ഒരു പൈസയും അടക്കാതെ തന്നെ ഇദ്ദേഹത്തിന്റെ എല്ലാ ചെലവുകളും ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറയും. അങ്ങനെ പറയുന്നവരുണ്ട്. അതായത് നമ്മൾ ഒരു പൈസ അടക്കണ്ട. ഇപ്പൊ ഒരു 1 ലക്ഷം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 2 ലക്ഷം രൂപയാണ് സർജറിക്ക് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ ആ 2 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതെന്താണ്, ഈ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ രേഖകൾ ഹാജരാക്കിയാൽ എന്താണ്, ഹാജരാക്കി കഴിഞ്ഞ് അവരത് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസ അടയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇനി അത് ഒന്ന് കേട്ടോ. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുക. ഇനി എന്തെങ്കിലും ഒരു രോഗം മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം മൂലമോ നമ്മളിപ്പോ എന്താണ് മുൻകൂട്ടി എന്താണ് ഒരു സർജറി ഒക്കെ, ഒരു രോഗത്തിന് നമ്മൾ സർജറി ചെയ്യാൻ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ഒരാഴ്ച മുന്നേ ആയിരിക്കുമല്ലേ വരുന്നത്. അതായത് അവിടെ അഡ്മിറ്റ് ആയി ഒരു 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സർജറി നടക്കുന്നുണ്ടാവുക.
അപ്പൊ എന്താണ് നമ്മൾ ആദ്യമേ വരുമ്പോ തന്നെ എന്താണ് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിന്റെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടായിരിക്കും വരുന്നത്, രേഖകളും കാര്യങ്ങളും. നമ്മൾ അത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു, ഹോസ്പിറ്റല് അത് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു, അവർ അപ്രൂവ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു പൈസയും അടക്കാതെ നമ്മുടെ സർജറി കഴിഞ്ഞ് എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ രണ്ട് തരത്തിലാണ്. ഒന്ന് ക്യാഷ്ലെസ് ക്ലെയിം, ഇത് ക്യാഷ്ലെസ് ക്ലെയിം ആയിട്ട് പറയുന്നത്. ക്യാഷ്ലെസ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഇത്ര സമയത്തിനുള്ളിൽ രേഖകൾ നമ്മൾക്ക് പ്രസന്റ് ചെയ്താൽ നമുക്ക് പൈസ അടയ്ക്കേണ്ട. രണ്ടാമത് നമ്മൾ മുൻകൂട്ടി എന്താണ് പ്ലാൻ ചെയ്ത് അഡ്മിറ്റ് ആവുന്ന രോഗികള് അവരെന്താണ് നേരത്തെ തന്നെ എന്ത് ചെയ്യും, ഈ രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അതിന്റെ ക്ലെയിം കിട്ടും. ഓക്കെ, ക്യാഷ്ലെസ് ക്ലെയിം മനസ്സിലായോ? ഓക്കെ. ഇനി രണ്ടാമത് എന്ന് പറയുന്നത് റീഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം ആണ്. റീഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം എന്ന് പറഞ്ഞാല് ഇപ്പോ എന്തെങ്കിലും ഒരു കാരണവശാൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് രേഖകൾ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്രൂവലിന് എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പൈസ അടക്കണം. ഓക്കെ, ഇപ്പൊ എമർജൻസി ആയിട്ടൊരു സർജറി വേണം, 2 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപ എന്ത് ചെയ്യണം, നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കണം. പക്ഷെ എന്താണ്, നമുക്കത് തിരിച്ചു കിട്ടും. നമ്മൾ ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും. ഓക്കെ, അതാണ് റീഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം കേട്ടോ. ആദ്യത്തേത് നമ്മൾ ഒന്നും അടയ്ക്കേണ്ട, അതാണ് ക്യാഷ്ലെസ് ക്ലെയിം. രണ്ടാമത്തേതാണ് റീഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം. അത് നമ്മള് പണം അടച്ച് ഒരു 7 തുടങ്ങി 15 അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളില് നമ്മൾ ആ അടച്ച തുക നമ്മൾക്ക് തിരികെ ലഭിക്കും. അതാണ് റീഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം കേട്ടോ. രണ്ട് തരത്തിലാണ് ഹോസ്പിറ്റൽസ് ഇത് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ക്യാഷ്ലെസ് ക്ലെയിം ആയിട്ടും രണ്ടാമത്തത് റീഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം ആയിട്ടും. നോട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങള്? വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോയിട്ട് ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ 7, 15, 7 to 15, 30 ഈ ദിവസങ്ങളിലുള്ളാണ് നമുക്ക് നമ്മൾക്ക് അടച്ച പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നത് കേട്ടോ. ഇനി വേറൊരു പറഞ്ഞാല് കോപ്പേ ക്ലെയിംസ് എന്ന് പറയും കേട്ടോ. കോപ്പേ ക്ലെയിംസ് എന്ന് പറഞ്ഞാല് അത് നമ്മളിപ്പോ ഒരു ഇൻഷുറൻസ് ചേരുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് അവരുടെ ഫോമിൽ എഴുതിയിട്ടുണ്ടാവും ഇത് കോപ്പേ ക്ലെയിം ആണ് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ ഭാവിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു ഇൻഷുറൻസ് ഒക്കെ ചേരുമ്പോൾ എന്താണ്, ഒന്ന് അവരുടെ ആ ഫോം ഒക്കെ ഒന്ന് ശരിക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കാം. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഇത് കോപ്പേ ക്ലെയിംസ് ആണ് ഞങ്ങളുടേതെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി എന്താണ് ഈ കോപ്പേ ക്ലെയിംസ് എന്ന് നോക്കാം. അതായത് കോപ്പേ ക്ലെയിംസ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കാം, അയാള് കോപ്പേ ക്ലെയിം എന്താ സ്പെല്ലിങ്? COPAY, കോപ്പേ, COPAY ക്ലെയിം. ഓക്കെ, അപ്പൊ ഇതെന്താണെന്ന് നോക്കാം. അതായത് ഈ കോപ്പേ ക്ലെയിംസ് എന്ന് പറഞ്ഞാല് ഈ ക്ലെയിം, അതായത് ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ മെഡിക്കൽ ഇൻഷുറൻസിൽ ചേർന്നിട്ടുള്ള വ്യക്തികള് എന്തെങ്കിലും അവർക്ക് സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ, എന്താണ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കൊണ്ടു ചെല്ലുന്ന ഒരാളാണെങ്കിൽ എമർജൻസി ആയിട്ട് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. ഓക്കെ, അപ്പൊ കോപ്പേ ക്ലെയിംസ് ആണ് അദ്ദേഹം ചേർന്നിട്ടുള്ളതെങ്കിൽ എന്താണ്, ആ ഒരു വ്യക്തിക്ക് എന്താ 80%, അതായത് 80% തുക മാത്രമേ, 80% എമൗണ്ട് മാത്രമേ ഇൻഷുറൻസ് കമ്പനികൾ എടുക്കുകയുള്ളൂ. ബാക്കി 20% ആളുടെ ഇതിൽ നിന്ന് എടുക്കണം, പേഴ്സണലായിട്ട് എടുക്കണം. ഓക്കെ, 1 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് സർജറിക്ക് ആവശ്യമെങ്കിൽ 80,000 രൂപ ഇൻഷുറൻസ് കമ്പനിക്കാരെടുക്കും. ബാക്കി 20,000 രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കും. മനസ്സിലായോ എന്താണെന്ന്? പ്രതീക്ഷ മനസ്സിലായോ? യെസ് മാം, യെസ് മനസ്സിലായി. അപ്പൊ രണ്ട് ഇതാണ് കേട്ടോ. ഇതാണ് കോപ്പി. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷ്ലെസ് ക്ലെയിം ഉണ്ട്, റീഇൻവെസ്റ്റ്മെന്റ് ക്ലെയിം ഉണ്ട്, ഇത് കോപ്പേ ക്ലെയിംസ്. 20% നമ്മള് അത് പ്രത്യേകിച്ച് അതായത് അവര് പറയില്ല ചിലപ്പോൾ. ശരിക്കും നമ്മള് ആ ഒരു ഫോം വായിച്ചു നോക്കിയാൽ മാത്രമേ നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് കോപ്പേ ക്ലെയിം ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടു. കാരണം അതായത് 100% ആണ് നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്നത്, പക്ഷെ 20% നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് കോപ്പേ ക്ലെയിമിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. അതായത് അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ
ചികിത്സ ഉണ്ടാവുള്ളൂ. ഇപ്പോ കോപ്പേ ക്ലെയിമിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ജില്ലകളിൽ അല്ലെങ്കിൽ ഇന്ന ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഈ ഒരു ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഈ ഒരു ചികിത്സ സാധ്യമാകൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് മാത്രമേ ഇങ്ങനെയുള്ള ഒരു ചികിത്സ കിട്ടുള്ളൂ, അത് ഞങ്ങൾ ഇതിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. കൂടാതെ വേറെ നമുക്ക് ഒന്നിലും അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. നമ്മള് പ്രിഫർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റിനായിട്ട് പോകാനായിട്ട് സാധിക്കില്ല. അവരെവിടെയാണോ പറയുന്നത് അവിടെ നമ്മൾ പോകേണ്ടി വരും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ആണെങ്കിൽ നമുക്കൊരു 7 അല്ലെങ്കിൽ 15 or 13 അത്രയും ഒരു കാലയളവിൽ അത്രയും ഒരു പീരീഡിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇത് കിട്ടുന്നത് അല്ലെ. നമുക്ക് ഒരു സെക്കൻഡ് അപ്പൊ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ കോപ്പേ ക്ലെയിം ആണെങ്കിൽ സൂക്ഷിക്കുക. ഇനി വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റീഇംബേഴ്സ്മെന്റ് ആണെങ്കിൽ 7 to 15 or 30 വരെയാണ് നമ്മുടെ കാലയളവ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണിന് തിമിരം ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്താണ് 2 വർഷം വരെ വെയിറ്റ് ചെയ്യണം ഈ ഒരു ഇൻഷുറൻസ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പർട്ടിക്കുലർ അതായത് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയുന്നതാണ് വരെ കേട്ടോ. ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ തിമിര ശസ്ത്രക്രിയ അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി 2 വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രായം അല്ലെങ്കിൽ നമ്മുടെ അസുഖം ഇതനുസരിച്ചിട്ട് നമുക്ക് പ്രീമിയത്തില് വ്യത്യാസം വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഞാൻ എന്താ പറയാ, ഞാനിപ്പോ ഒരു പ്രീമിയം ചേർന്നിരിക്കാം, ഒരു ഇൻഷുറൻസ് ഞാൻ ചേർന്നെന്ന് വിചാരിക്കാം. എനിക്ക് ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോഴാണ് ഞാൻ ഒരു ഇൻഷുറൻസ് ചേരുന്നത്. എനിക്ക് ഈ ഒരു ഇതിൽ എന്താണ്, എനിക്കധികം പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് വളരെയധികം പ്രായമായിട്ടില്ല, അധികം രോഗങ്ങളൊന്നും ഇല്ല എനിക്ക്. ആ ഒരു ടൈമിലാണ് ഞാൻ ഇൻഷുറൻസ് ചേരുന്നതെങ്കിൽ എനിക്ക് പ്രീമിയം അടയ്ക്കുന്ന പ്രീമിയത്തില് അധികം തുക വരില്ല. ഓക്കെ, ഇപ്പൊ ഒരു എന്താ പറയാ ഒരു 1000 റുപ്പീസിനുള്ളിലേ എന്റെ പ്രീമിയം വരികയുള്ളൂ. എന്നാല് ഞാൻ കുറച്ചും കൂടി നാളെ കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു 14 ഒരു ആഫ്റ്റർ 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നതെങ്കിൽ എന്താണ്, എന്റെ പ്രീമിയത്തില് ഡിഫറൻസ് വരും. ഓക്കെ, അതായത് എന്റെ പ്രായം കൂടി, അതുപോലെ തന്നെ ചിലപ്പോ പല അസുഖങ്ങളും ആ സമയത്ത് ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ പ്രീമിയം തുക എന്ന് പറയുന്നത് കൂടും. ഓക്കെ, 1000 എന്നുള്ളത് എന്താണ്, ഒരു 1500 അല്ലെങ്കിൽ 2000 വരെയൊക്കെ ആകാം അങ്ങനെയുള്ള സമയത്ത്. അപ്പൊ നമ്മുടെ ഏജ് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ പ്രീമിയം അവര് നിശ്ചയിക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രീമിയം നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ഇതില് നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മറച്ചു വെക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇനി നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രീമിയം ഞാൻ പറഞ്ഞു, അസുഖമൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ പ്രീമിയം ഒരു കുറച്ചിട്ടായിരിക്കും തരിക. അപ്പൊ എനിക്കിപ്പോ ഒരു ഇപ്പൊ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കൊളസ്ട്രോൾ ഉണ്ടെന്ന് വിചാരിക്കാം, എനിക്ക് കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ഇൻഷുറൻസ് ചേർന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അവർക്കറിയാം നമ്മൾ പ്രീമിയം എടുത്ത ഡേറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അവർക്കറിയാം. ഇനി കുറച്ചു നാള് കഴിഞ്ഞ് ഈ ഒരു കൊളസ്ട്രോൾ ഷുഗറിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ ചെല്ലുകയാണ്. ഇപ്പൊ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഡോക്ടർ എന്താണ്, എനിക്കുള്ള മരുന്നുകളും കാര്യങ്ങളും അവിടെ എന്താണ് അഡ്മിറ്റ് ആക്കണമെങ്കിൽ അഡ്മിറ്റ് ആക്കി എനിക്ക് എന്താണ് തുടർന്നുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും തരും. അപ്പോ ഞാൻ പറയാണ് എനിക്ക് ഇങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് ഇവിടെ പൈസ അടക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഈ ഒരു കാര്യം അതായത് ഡോക്ടർക്ക് അറിയാം നമ്മൾക്ക് എത്ര നാളായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇൻഷുറൻസ് എടുക്കുന്ന ആ സമയത്ത് എനിക്ക് രോഗമുണ്ട്, പക്ഷെ ഞാനത് അവിടെ മറച്ചു വെച്ചു.
പക്ഷെ ഡോക്ടർക്ക് അറിയാം ഞാൻ എത്ര നാളായിട്ട് അവിടെ മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ട്, ഡോക്ടർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന രേഖകളില് എന്താണ്, കുറെ വർഷം മുമ്പേ തുടങ്ങി ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ മെഡിക്കൽ ഇൻഷുറൻസ് രേഖയില് എനിക്ക് ഇപ്പോഴും എന്തില്ല, കൊളസ്ട്രോളും ഇല്ല, ഷുഗറും ഇല്ല. അപ്പൊ നിങ്ങൾ പറ, എനിക്ക് ക്ലെയിം കിട്ടുമോ? ക്ലെയിം കിട്ടുമോ? ഇല്ല, അതിന്റെ ക്ലെയിം റിജക്ട് ചെയ്യും കേട്ടോ. ഞാൻ അത്രയും നാള് അടിച്ച പൈസ എന്താവും, വെറുതെ പോകും. ഓക്കെ, അപ്പോ നമ്മൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാനായിട്ട് പാടില്ല. അത് നമ്മളുടെ ക്ലെയിം റിജക്ട് ചെയ്യാനായിട്ട് ഇടവരുത്തുകയേ ഉള്ളൂ. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ പാടില്ല. ആ ഫോമില് കൃത്യമായിട്ട് അത് എഴുതിയിരിക്കണം. എത്ര നാളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണത് ഇതൊക്കെ എഴുതിയാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ക്ലെയിം കിട്ടുള്ളൂ. മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. ഇനി ചില കേസുകളിൽ എന്താണ്, നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോ ഇൻഷുറൻസ്, ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഇൻഷുറൻസ് ചേർന്നു, നമ്മൾ കൃത്യമായിട്ട് പ്രീമിയം അടയ്ക്കുന്നുണ്ട്. പക്ഷെ ചില കേസുകളിൽ നമുക്കത് കിട്ടിയില്ല. ഓക്കെ, അത് എന്തിലൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് അഡ്വഞ്ചർ സ്പോർട്സ്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ കാർ റേസിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? കാർ റേസിംഗ് ഒക്കെ നടത്തി എന്തെങ്കിലും അപകടം പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്കത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരില്ല. ഓക്കെ, ഇനി രണ്ടാമതെന്ന് പറയുന്നത് നാർക്കോട്ടിക് അബ്യൂസ് ആണ് കേട്ടോ. അതായത് മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഇതില് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ നമുക്ക് ആവശ്യമാണെങ്കിൽ എന്ത് വരില്ല, അതിനകത്ത് ഈ ഒരു ഇൻഷുറൻസിന്റെ ക്ലെയിം നമുക്ക് കിട്ടില്ല. ഇനി മൂന്നാമത്തത് കോസ്മിക് സർജറിയാണ്. നമുക്കൊന്ന് സുന്ദരിയാവണം, അല്ലെങ്കിൽ നമ്മുടെ മുഖം മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് മാറ്റി വെക്കണം ഒക്കെ ഒന്ന് തോന്നിയാല് നല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലേ. പക്ഷെ അതിനകത്ത് എന്ത് ചെയ്യില്ല, നമുക്ക് അത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരില്ല. ഓക്കെ, രണ്ടാമത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് റൂട്ട് കനാൽ ആണ് കേട്ടോ. നമ്മുടെ പല്ലൊന്ന് ഷേപ്പ് ചെയ്യണം, അല്ലെ നമ്മുടെ പല്ലിനൊന്ന് ഭംഗി വരുത്തണം എന്ന് പറഞ്ഞ് നമ്മള് റൂട്ട് കനാല് ചെയ്യാൻ പോയാല് നമുക്ക് എന്ത് കിട്ടില്ല, ഈ ഒരു ക്ലെയിം കിട്ടില്ല. എന്നാല് വേറൊരു കേസ് പറയാണ്, ഞാൻ പറഞ്ഞു റൂട്ട് കനാല് നമുക്ക് കിട്ടില്ല എന്ന് പറയും. എന്നാല് ആക്സിഡന്റ് പറ്റിയിട്ട് നമ്മുടെ പല്ലിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ ഫർദർ നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾക്ക് റൂട്ട് കനാല് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും, ക്ലെയിം കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഒന്ന് പറഞ്ഞപ്പോ ഏതൊക്കെയാണ് എക്സ്ക്ലൂഷൻ വരാത്തത്, ഏതാണ് ഇതിന്റെ പരിധിയിൽ വരാത്തത്? എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ, എഴുതിയെടുത്തില്ലേ? അഡ്വഞ്ചർ സ്പോർട്സ്, പിന്നെ നാർക്കോട്ടിക് അബ്യൂസ്, പിന്നെ കോസ്മെറ്റിക് സർജറി, റൂട്ട് കനാല്. ഓക്കെ, ഇപ്പൊ ആക്സിഡന്റ് ആണ് പറ്റുന്നതെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൂട്ട് കനാല് ചെയ്യുന്നതെങ്കിൽ അതിൽ വരും കേട്ടോ. അല്ലാതെ സാധാരണ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റൂട്ട് കനാലിന് വേണ്ടിയിട്ട് നമ്മ ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് തരില്ല. ഓക്കെ, ഇനി റൂം റെന്റ് ആണ്. നമുക്കിപ്പോ ഇൻഷുറൻസ് എടുത്തിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയാണ് നമുക്ക് റെന്റ് വരിക എന്നാണ് നോക്കുന്നത്. അതായത് നമുക്കൊരു പെർ ഡേ നമുക്കൊരു 4000 വരുന്ന റൂം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിൽ 8000 രൂപയുടെ റൂം ആയിരിക്കും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. വലിയ വലിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ ചിലപ്പോൾ വലിയ എമൗണ്ട് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 8000 റൂമാണ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടും. പക്ഷേ അവര് പറഞ്ഞിരിക്കുന്ന ആ ഒരു തുകയ്ക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ 4000 രൂപയാണ് ഇൻഷുറൻസ് കമ്പനി നമ്മളോട് പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ 4000 രൂപ മാത്രമേ അവരടക്കുള്ളൂ. ബാക്കി 4000 അവരുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലെയിമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെഡിസിപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ. മെഡിസിപ്പ് അറിയാമോ ആർക്കെങ്കിലും? എന്താണ് മെഡിസിപ്പ് പദ്ധതി? മെഡിസിപ്പ് കേട്ടിട്ടില്ലേ? ന്യൂസിലൊന്നും കേട്ടിട്ടില്ലേ മെഡിസിപ്പ്? ഇല്ല, മെഡിസിപ്പ് ഇൻഷുറൻസ് കേട്ടിട്ടില്ല അല്ലെ? ഓക്കെ, മെഡിസിപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഇൻഷുറൻസ്
പദ്ധതിയാണ് കേട്ടോ. അവർക്കുള്ള ഇൻഷുറൻസ് സ്കീമാണ് മെഡിസിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ മെഡിസിപ്പ് കേട്ടോ. അതായത് ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ എന്താണ്, ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട് അല്ലെ, ബെനിഫിറ്റുകൾ ഉണ്ട് നമുക്ക്. അപ്പൊ അതിനകത്തുള്ള ഒന്നാണ് മെഡിസിപ്പ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് എംപ്ലോയീസിനാണ്. ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമല്ല, അവരുടെ ഫാമിലി എന്താണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ വൈഫാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ എങ്കിൽ ഹസ്ബൻഡിന് അതിനകത്ത് അവകാശമുണ്ട്. ആ ഒരു ഇൻഷുറൻസിന്റെ പരിരക്ഷ ഹസ്ബൻഡിന് കിട്ടും. പിന്നെ 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യും? ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മക്കളാണെങ്കിൽ അവർക്ക് 25 വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ ഇൻഷുറൻസ് കവറേജ് അവരുൾപ്പെടും ഇതിനകത്ത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കള് ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ വരും. ഓക്കെ, ഇനി ഈ ഒരു ഇത് വരുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓഫീസുകളും എല്ലാം പോകുന്ന അല്ലെ, നമ്മുടെ സർക്കാർ ഓഫീസ് ജീവനക്കാരെയാണ് പറയുന്നത്. അവർക്ക് മാത്രമല്ല എയ്ഡഡ് ആയിട്ടുള്ള അധ്യാപകര് കേട്ടോ, എയ്ഡഡ് ടീച്ചേഴ്സിന് കിട്ടും. അതുപോലെ തന്നെ എയ്ഡഡ് ആയിട്ടുള്ള നോൺ ടീച്ചേഴ്സിന് കിട്ടും. അതായത് അനധ്യാപകരുണ്ടാവുമല്ലോ എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ, അവർക്ക് കിട്ടും. അതായത് പ്യൂൺ അങ്ങനെയുള്ള അറ്റൻഡർ അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടും. അതുകൂടാതെ നമ്മുടെ മിനിസ്ട്രി, അതായത് നമ്മുടെ മിനിസ്റ്റേഴ്സ്, മന്ത്രിമാര്, ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു കൂട്ടം ആളുകൾക്ക് കിട്ടുന്ന ഒരു പദ്ധതിയാണ് മെഡിസിപ്പ് എന്ന് പറയുന്നത്. ജിതേ അങ്ങനെ വെള്ളം. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക്, അതായത് ഗവൺമെന്റ് എംപ്ലോയീസിന് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ജനിച്ച് 1 വയസ്സാകുന്നത് വരെയുള്ള എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളും, അതായത് ആ കുഞ്ഞിന്റെ ചികിത്സാ സംബന്ധമായിട്ടുള്ള എല്ലാ ചെലവുകളും എന്താണ് ഈ ഒരു മെഡിസിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഗവൺമെന്റ് ആണ് ഇതിനുള്ള ക്ലെയിം പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു മെഡിസിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അവിടെ ഒരു റൂം എടുക്കുകയാണെങ്കിൽ പെർ ഡേ 2000 രൂപയാണ് റൂം റെന്റിന്റെ ഇത് വരിക കേട്ടോ. പെർ ഡേ 2000 രൂപ. ICU കേസ് ആണെങ്കിൽ പെർ ഡേ 5000. ഇനി വെന്റിലേറ്ററിലുള്ള കേസുകളാണെങ്കിൽ പെർ ഡേ ഒരു എന്താ പറയാ 2500 ആ ഒരു റേഞ്ചിലാണ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മെഡിസിപ്പിന്റെ ആ ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞു. മെഡിസിപ്പിന്റെ കവറേജിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി 24 അവേഴ്സിനുള്ളിൽ അവർക്ക് എന്താ ക്ലെയിം പാസ് ആകും കേട്ടോ, മെഡിസിപ്പ് കവറേജിലുള്ള ആളുകൾ. ഓക്കെ, അത് അവരുടെ സാലറിയിൽ ഒരു നിശ്ചിത തുക ആര് കട്ട് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ അലവൻസുകളും മറ്റും കട്ട് ചെയ്തതിനു ശേഷം ഈ ഒരു തുക കൂടി മാറ്റി വെച്ചിട്ടാണ് അവർക്ക് സാലറി അലോ ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയില്ല ഇതിനെ കുറിച്ചിട്ട്? ഇത്രയും കാര്യങ്ങളാണ് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. നമുക്ക് നേരെ സ്ലൈഡിലേക്ക് തന്നെ വരാം. നെക്സ്റ്റ് കേട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയുണ്ട്. ഇനി എൻഷുർ പേഷ്യൻസ് ഇൻഫോർമേഷൻ ഈസ് ആക്യുറേറ്റ് ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫോർമേഷൻ. അതുകൂടാതെ ബില്ലിംഗ് ഇൻഫോർമേഷൻ ഉൾപ്പെടെയുള്ള പേഷ്യൻസിന്റെ എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ ഉറപ്പുവരുത്തണം. ഓക്കെ, നെക്സ്റ്റ് ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ്. അതുകൂടാതെ അവിടെ വരുന്ന പേഷ്യൻസിന്, അതായത് അവിടെ വരുന്ന പേഷ്യൻസിനോട് ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, അവരുടെ പോളിസികൾ എന്താണെന്ന് എന്ത് ചെയ്യണം, നമ്മള് പറഞ്ഞു കൊടുക്കണം. ഇപ്പോ ഓരോ ഹോസ്പിറ്റൽസിലും ഓരോ പ്രൊസീജിയേഴ്സും പോളിസികളും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതനുസരിച്ച് എന്താണ് മാറ്റം വരും ഓരോ ഹോസ്പിറ്റലും. അപ്പൊ അവരുടെ പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇന്ന പോളിസിയാണ് അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയർ ആണ് ഇവിടെ നിലവിലുള്ളതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റിപ്പോർട്ട്സ്. അതുകൂടാതെ എന്താ ചെയ്യണ്ടേ, അതായത് പേഷ്യന്റിന്റെ
റെക്കോർഡുകളും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക, അത് മാനേജ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ പേഷ്യന്റ് ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സൂക്ഷിക്കുകയും അതൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ അവരുടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്. അതായത് അപ്പോയിന്റ്മെന്റ്, അതായത് ഇന്ന ഒരു എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ രോഗികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അപ്പോയിന്റ്മെന്റ്, ആ ഒരു സമയത്ത് രോഗികളെ എന്ത് ചെയ്യുക, കറക്റ്റ് പേഷ്യന്റിനെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ എത്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് facilitate patient flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and the clinical staff. അതായത് ഇപ്പൊ പേഷ്യൻസിനെ അല്ലെ ഡോക്ടേഴ്സിനെ അറിയിക്കുക. അതായത് ഇവിടെ പ്രൊവൈഡർ എന്ന് പറയുന്നത് ഡോക്ടറെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡോക്ടേഴ്സിനെ, കൺസൾട്ടന്റുമാരെ അറിയിക്കുക രോഗികൾ ഇത്ര പേര് പുറത്ത് വെയിറ്റിംഗ് ആണെന്ന്. അതുകൂടാതെ ഡോക്ടർമാർക്ക് എന്തെങ്കിലും ഡിലേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, താമസം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പേഷ്യൻസിനെ അറിയിക്കുക. ഇത്ര നേരം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പേഷ്യൻസും അതുപോലെ ക്ലിനിക്കൽ സ്റ്റാഫുകൾ, ഡോക്ടറെ അടുത്ത് നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ, അവർക്കറിയാൻ പറ്റുമല്ലോ ഡോക്ടർ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ. അപ്പൊ അവരുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ്, answer incoming calls and deal with the inquiries. Answers the phone while maintaining polite, consistent phone manner using proper telephone etiquette. അതായത് ഇൻകമിങ് കോൾസ് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മളിപ്പോ പുറത്തുനിന്നുള്ള പേഷ്യൻസ് ഡോക്ടർ ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന സർവീസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് നമ്മളെ വിളിക്കുമ്പോൾ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് കൊടുക്കണം, നമ്മള് മറുപടി കൊടുക്കണം. അതുപോലെ തന്നെ പൊളൈറ്റ് ആയിട്ട് വിനയത്തോടു കൂടി നമ്മള് സംസാരിക്കണം. പിന്നെ നല്ലൊരു എന്താ വേണം. ടെലിഫോൺ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടെലിഫോൺ മര്യാദകളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾക്ക് അറിയാം, ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഏതാണ് അയാളോട് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് അയാളെ ഗ്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കറിയാം. അതിനെ പറയുന്നതാണ് ടെലിഫോൺ എറ്റിക്വറ്റ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്. അതായത് നമ്മൾക്കിപ്പോ നമ്മളെ ഒരാള് വിളിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോ നമ്മുടെ ഒരു ഏരിയയിലല്ല ആ ഒരു സബ്ജക്ട് വരുന്നത്, ആള് വിളിച്ച ആ ഒരു കാര്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല, അത് വേറെ ഡിപ്പാർട്ട്മെന്റിനാണ് കൈകാര്യം ചെയ്യാൻ അറിയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കോൾസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയില്ലേ, നിങ്ങൾക്ക് ഇപ്പോ ഫോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്ന ഒരു മെയിൻ ഏരിയ ഉണ്ട്, റിസപ്ഷൻ ഏരിയ. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞ് നമ്മളെ കണക്ട് ചെയ്യും അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും, നമ്മള് വേറെ നമുക്ക് ആവശ്യമുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അതിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ, ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്. ഇനി കളക്ട് കോപ്പീസ് പറഞ്ഞു, കോപ്പീസ് കളക്ട് ചെയ്യുക. അതായത് ഞാൻ എന്താ പറഞ്ഞ നേരത്തെ, കോപ്പീസ് എന്താ പറഞ്ഞേ, കോപ്പീസ് എന്താ പറഞ്ഞത് പറഞ്ഞ, എന്തെങ്കിലും സംഭവിച്ചാല് 80% മാത്രം അവരെടുക്കും, നമ്മൾ ബാക്കി 20% നമ്മൾ കൊടുക്കും. എടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇൻഷുറൻസിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അങ്ങനെയുള്ള ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക, കോപ്പീസ് കളക്ട് ചെയ്യുക. കൂടാതെ പേഷ്യന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ്സ് കളക്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ റിക്വയർഡ്. അതായത് എന്തെങ്കിലും റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒക്കെ എന്താണ് നമ്മൾക്ക് ആ ഒരു ഫർദർ, അതായത് ആ ഹോസ്പിറ്റലിലെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുക. ഇനി ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റ്, സ്കാൻ ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പൊ പേഷ്യൻസ് ഇത്ര പേര് വരുമ്പോൾ എല്ലാവരും തന്നെ എന്താണ് അഡ്മിറ്റ് ആണോ എന്നില്ല അല്ലെ, ചില പേഷ്യൻസിനെ മാത്രമേ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള അഡ്മിഷൻസ് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ ടെസ്റ്റ്, സ്കാൻ, അതായത് ഇപ്പൊ ടെസ്റ്റുകളും സ്കാനുകളും ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻസിന് ഇൻഫോം ചെയ്യുക.
കൂടാതെ പുറത്തു നിന്നുള്ള ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് ആ ഡോക്ടർമാരെ കണക്ട് ചെയ്ത് കൊടുക്കുക, അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് റിക്വയർഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. അതായത് ചില കാര്യങ്ങള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MRI, എക്സ്റേ തുടങ്ങിയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കില്ല, ചില കേസിൽ മാത്രം കേട്ടോ. ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ലെങ്കിൽ അത് പുറത്തോട്ട് എഴുതി കൊടുക്കും അല്ലെ, റെഫർ ഔട്ട് ചെയ്ത് കൊടുക്കും. അത് പുറത്തുനിന്ന് നമ്മൾ എടുത്തിട്ട് വേണം ഈ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റിനെ കാണിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്താണ് ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഒബ്റ്റെയിൻ ചെയ്ത് കൺസൾട്ടന്റിനെ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നു. അതായത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഹോസ്പിറ്റലിൽ ആ ഒരു ക്രമീകരണം ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കണം. ഇത് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു റിസപ്ഷനിസ്റ്റ് ആണ്. അതായത് പേഷ്യന്റ് പോയി ചെയ്യും, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ഈ ഒരു റിസപ്ഷനിസ്റ്റ് പറയുന്ന. ഓക്കെ, ഇനി റെസ്പോണ്ട് ആൻഡ് കംപ്ലൈന്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ. അതായത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അഭ്യർത്ഥനകൾ, റിക്വസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫർമേഷനുമായി റിലേറ്റഡ് ആയിട്ട് റിക്വസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാം. അടുത്തത് ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് കേട്ടോ. ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്, അതായത് ഇമെയിൽ ആണ് കേട്ടോ പറയുന്നത്. അതായത് ഇങ്ങോട്ട് വരുന്ന നമ്മുടെ ഇൻബോക്സിലേക്ക് വരുന്ന ഇമെയിൽ, അതുപോലെ നമ്മള് അങ്ങോട്ട് വിടുന്ന ഇമെയിൽസ്. ഇപ്പൊ പേഷ്യൻസിനൊക്കെ നമ്മൾ ഇമെയിൽ വിടില്ലേ, നമ്മൾക്ക് ഇങ്ങോട്ട് കുറെ ഇമെയിലുകൾ നമ്മൾ റിസീവ് ചെയ്യില്ലേ, അങ്ങനെയുള്ള ഇമെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത്, അത് കൈകാര്യം ചെയ്യേണ്ടത്, ഡീല് ചെയ്യേണ്ടത് ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, ഇനി കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. അതുപോലെ തന്നെ ഏത് ക്ലറിക്കൽ ഡ്യൂട്ടീസ്, അതായത് ചില ക്ലറിക്കൽ ഡ്യൂട്ടീസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു റിസപ്ഷനിസ്റ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ക്ലറിക്കൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ആ ഒരു ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ഒരു ജോലികളാണ്. ഫയലിന്റെ കാര്യങ്ങള്, പിന്നെ ബില്ലിങ്ങും കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലറിക്കൽ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipment. അതുകൂടാതെ ഈ മെഡിക്കൽ ഓഫീസ് സപ്ലൈസ്, അതായത് ഈ ഒരു ഹോസ്പിറ്റലിലെ റിസപ്ഷനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളും കാര്യങ്ങളും, ഇപ്പൊ എന്തെങ്കിലും എന്താ പറയാ എക്യുപ്മെന്റ്, ഇപ്പോ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഫർദർ, അതായത് ആ റിസപ്ഷൻ ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും, എക്യുപ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കുക. അത് കറക്റ്റ് ആയിട്ടാണോ അവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇനി അതിനെന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നോക്കുക. അതിന്റെ സ്റ്റോക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് ആര് തന്നെയാണ്? ഒരു റിസപ്ഷനിസ്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻഷുവർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻ, നീറ്റ് ആൻഡ് ക്ലീൻ. അതുകൂടാതെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം എന്താണ്? മെയിൻറ്റെയിൻ ചെയ്തത് ക്ലീൻ ആയിട്ട്. നമ്മളിപ്പോ ആ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണാറുള്ളതല്ലേ, നല്ല ക്ലീൻ ആയിട്ടല്ലേ ആ ഒരു ഏരിയ കിടക്കുന്നത്. അപ്പോ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയി അല്ലെങ്കിൽ നല്ല മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് ഉറപ്പ് വരുത്തേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, protect patient confidentiality, making sure that the protected health information is secured by not leaving PHI in plain sight and logging off the computer before saving unattended. അതായത് പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്ത് അത് കീപ്പ് ചെയ്ത് വെക്കേണ്ടത് PHI എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ്. ഓക്കെ, അതായത് പേഷ്യന്റ് ഹെൽത്ത് ഇൻഫോർമേഷൻ അഥവാ പബ്ലിക് ഹെൽത്ത് ഇൻഫോർമേഷൻ എന്നാണ് PHIനെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ PHI എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പ്രൈവസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സേഫ് ഗാർഡ് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഇപ്പോ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് നമ്മൾ ഡ്യൂട്ടി കൈമാറുകയാണെങ്കിൽ എന്താണ്?
കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങൾ അയാളുടെ പേഷ്യന്റ് ഇൻഫോർമേഷൻസും കാര്യങ്ങളും നമ്മൾ കമ്പ്യൂട്ടറിൽ ഡീല് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, പെട്ടെന്ന് തന്നെ എന്താണ് വേറൊരു പേഷ്യന്റ് വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ച് ആയെന്ന് വിചാരിക്കാം. നമ്മൾ അത് അവിടെ ഇട്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ ചെയറിൽ നിന്ന് എണീക്കുവാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിസപ്ഷനിസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് വായിച്ചേ. PHIയുടെ എന്താ ഫുൾ ഫോം മാം? എന്താ PHIയുടെ ഫുൾ ഫോം? PHI പബ്ലിക് ഹെൽത്ത് ഇൻഫോർമേഷൻ കേട്ടോ. ഒന്ന് വായിക്കാം കേട്ടോ. സ്ലൈഡ് നീക്കിക്കോട്ടെ, ഞാൻ വായിക്കുന്നില്ലേ? ആ, വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. എന്തെങ്കിലും പോയിന്റ്സ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. വായിച്ചോ? എന്തെങ്കിലും സംശയം ഉണ്ടോ അടുത്തേല്? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ, കിട്ടാത്തതുണ്ടോ? ഇല്ല, കുഴപ്പമില്ല അല്ലേ. ഇപ്പൊ നാളെ വായിച്ചിട്ട് വരിക കേട്ടോ ഒന്നും കൂടി. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു.